ഒരു ഇന്ത്യൻ ധനകാര്യ കമ്പനി അവരുടെ വാർഷിക ലാഭത്തിൽ 98% കുതിച്ചുചാട്ടം രേഖപ്പെടുത്തി. ഇതൊരു പുതിയ ടെക് സ്റ്റോക്ക് ആയിരുന്നില്ല, തീർച്ചയായിട്ടും ക്രിപ്റ്റോയും ആയിരുന്നില്ല. മിക്ക നിക്ഷേപകരും കാണാതെ പോകുന്ന ഒരു വലിയ സാമ്പത്തിക മാറ്റത്തിന്റെ കേന്ദ്രത്തിലുള്ള ഒരു വളരെ പുരാതനമായിട്ടുള്ള ആസ്തിയിൽ നിന്നാണ് ഈ ലാഭം വന്നത്. അപ്പോൾ എന്താണ് ഈ ശക്തമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്? അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് വിപണിയെ കൂടുതൽ വ്യക്തമായി കാണാൻ നിങ്ങളെ സഹായിക്കും. ആ രഹസ്യം എല്ലാവരുടെയും കൺമുന്നിൽ തന്നെയുണ്ട്. അത് വളരെ ലളിതവും അതുപോലെ തന്നെ കുറച്ച് ഓൾഡുമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉപകരണത്തിന്റെ കുതിപ്പിലാണ് നിലകൊള്ളുന്നത്. അതാണ് സ്വർണ്ണ വായ്പ. ഒരു കമ്പനിയുടെ ലാഭം ഒറ്റ വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയാകുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്, അതെങ്ങനെ? ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വർണ്ണ വായ്പാ കമ്പനികളിൽ ഒന്നായിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പുതിയ സാമ്പത്തിക വർഷത്തിലെ ഉത്തരം മൊത്തം ലാഭത്തിലുണ്ടായ 98% അമ്പരപ്പിക്കുന്ന കുതിച്ചുചാട്ടമായിരുന്നു. 98% വർധനവ് അതൊരു അച്ചടിപ്പിശകല്ല. പല മേഖലയിലും കടുത്ത സാമ്പത്തിക ഞെരുക്കവുമായിട്ട് മല്ലിടുമ്പോൾ ഈ കമ്പനിയും അതുപോലെയുള്ള മറ്റുള്ളവരും നിശബ്ദമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുകയായിരുന്നു. ഇതൊരു ബിസിനസ് കഥയല്ല. ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾ നേരിടുന്ന യഥാർത്ഥ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ കുറിച്ചുള്ള ഒരു സൂചന കൂടി ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മിടുക്കരായിട്ടുള്ള നിക്ഷേപകർ എവിടെയാണ് സുരക്ഷിതത്വം കണ്ടെത്തുന്നതിന്റെ തെളിവുമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒന്നിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ. പലചരക്ക് സാധനങ്ങൾ, എണ്ണ, സ്കൂൾ ഫീസ് എല്ലാറ്റിന്റെയും വില കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഈ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് കുടുംബ ബജറ്റുകളെ, പ്രത്യേകിച്ചും ഇടത്തരം കുടുംബങ്ങളെയും ചെറുകിട ബിസിനസ് ഉടമകളെയും ഒരു വല്ലാത്ത ഞെരുക്കത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നിങ്ങളുടെ സമ്പാദ്യം പഴയ പോലെ തികയുന്നില്ല, ശമ്പളം കുറവാണെന്ന് തോന്നുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ബിൽ എളുപ്പത്തിൽ ഒരു പ്രതിസന്ധിയായിട്ട് മാറും. അത്തരം ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് പണം വളരെ അത്യാവശ്യമാണ്. അവരുടെ ബിസിനസ് കൈകാര്യം ചെയ്യാനാണോ, അടിയന്തര സാഹചര്യങ്ങളിൽ പണം അടയ്ക്കാനാണോ, അല്ലെങ്കിൽ അടുത്ത ശമ്പളം വരെ പിടിച്ചു നിൽക്കാനാണോ അവർക്ക് പെട്ടെന്ന് പണം ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെയാണ് ഒരു പ്രശ്നം. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പണം ആവശ്യമുള്ളപ്പോൾ അത് കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറും. സാമ്പത്തിക അനിശ്ചിതത്വ കാലത്ത് ബാങ്കുകൾ പലപ്പോഴും ഈടില്ലാത്ത വായ്പകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. കാരണം അതിലെ ഒരു നഷ്ടസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് പണം ആവശ്യമുള്ളവർ സാധാരണ വഴികൾ അടയുമ്പോൾ എവിടേക്കാണ് തിരിയുന്നത്? നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ സാമ്പത്തിക സുരക്ഷിതത്തിന്റെ പ്രതീകമായിരുന്ന ഒരു ആസ്തിയിലേക്കാണ് അവർ നോക്കുക, സ്വർണം. ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശം ഏകദേശം 25,000 ടൺ സ്വർണമുണ്ട് എന്ന് കണക്കാക്കുന്നു. ഇത് ലോകത്തിലെ മൊത്തം സ്വർണ്ണ ശേഖരത്തിന്റെ ഏതാണ്ട് 12% വരും. തലമുറകളായിട്ട് ഇതൊരു കുടുംബത്തിന്റെ ആത്യന്തിക സുരക്ഷാ വലയമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. കൈവശം വെക്കാനും നെഞ്ചോട് ചേർക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുമുള്ള ഒരു അസറ്റായിട്ട് ഗോൾഡിനെ കാണാറുണ്ട്. മറഞ്ഞിരിക്കുന്ന സമ്പത്ത് സമീപ വർഷങ്ങളിൽ നാം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഉപയോഗിക്കപ്പെടുകയാണ്. അതാണ് സ്വർണ്ണ വായ്പകൾ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലോ ഈടായി നൽകി നിങ്ങൾക്ക് ഒരു വായ്പ ലഭിക്കുന്നു. സുരക്ഷിതമായിട്ടുള്ള വായ്പ ആയതിനാൽ വളരെ എളുപ്പം കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരം വായ്പകൾക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്? ഒന്നാമതായിട്ട് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പണപ്പെരുപ്പം മൂലം ഉണ്ടാകുന്ന പണത്തിനായിട്ടുള്ള വലിയ ആവശ്യകതയാണ്. രണ്ടാമതായിട്ട് സ്വർണ്ണവിലയിലെ വർധനവ് ഒരു വലിയ ഉത്തേജനമാണ്. സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങളിൽ എത്തിയതോടെ നിങ്ങളുടെ കയ്യിലുള്ള ഈടിന്റെ മൂല്യം വർദ്ധിക്കുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ കൈവശമുള്ള അതേ ആഭരണങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ലോൺ ലഭിക്കും. മൂന്നാമതായിട്ട് അസംഘടിത മേഖലയിൽ നിന്ന് സംഘടിത മേഖലയിലേക്കുള്ള ക്രമാനുഗതമായിട്ടുള്ള ഒരു മാറ്റമാണ്. നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് പ്രാദേശിക പണ ഇടപാടുകാർ ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ഗോൾഡ് ലോൺ എന്ന മെത്തേഡിലേക്ക് ആളുകൾ പതുക്കെ മാറുകയാണ്. പല ബാങ്കുകൾക്കും വലിയ ശാഖാ ശൃംഖലകൾ തന്നെയുണ്ട്. ആവശ്യം, മൂല്യം, ലഭ്യത ഇവയുടെ മിശ്രിതമാണ് സ്വർണ്ണ വായ്പ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ ഒരു കുതിപ്പിന് ഇന്ധനം നൽകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും സ്വർണ്ണ വായ്പയെ ഇത്തരത്തിലൊരു കുതിപ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുത്തൂറ്റ് ഫിനാൻസ് പോലെയുള്ള ഒരു കമ്പനി 98% ലാഭം ഉണ്ടാക്കിയത്? ഒരു പണമിടപാടുകാരൻ സ്വർണ്ണ വായ്പ നൽകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നഷ്ടസാധ്യത വായ്പ എടുത്തയാൾ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെടും എന്നുള്ളതാണ്. എന്നാൽ വായ്പ സ്വർണം കൊണ്ട് സുരക്ഷിതമാക്കിയതിനാൽ ഈ ഒരു അപകട സാധ്യത വളരെ കുറവാണ്. ആരെങ്കിലും തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ കമ്പനിക്ക് ആ സ്വർണം ലേലം ചെയ്ത് പണം വീണ്ടെടുക്കാൻ കഴിയും. ഇത് വായ്പ നൽകുന്നതിൽ ഏറ്റവും സുരക്ഷിതമായ രൂപങ്ങളിൽ ഒന്നായിട്ട് മാറുകയും ചെയ്യും. എങ്കിലും സ്വർണത്തിലെ പെട്ടെന്നുള്ള ഇടിവ് അല്ലെങ്കിൽ തട്ടിപ്പുകൾ പോലെയുള്ള ആശങ്കകൾ തീർച്ചയായിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലാഭക്ഷമതയെ നയിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ലോൺ ടു വാല്യൂ അനുപാതമാണ്. സ്വർണത്തിന്റെ മൂല്യത്തിന് എഗനിസ്റ്റ് ആയിട്ട് എത്ര രൂപ വായ്പ നൽകാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഇതൊരു 75% വരെ ലോൺ ലഭിക്കാറുണ്ട്. ഇതിനർത്ഥം 1 ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണത്തിന്മേൽ നിങ്ങൾക്ക് 75,000 രൂപ വരെ വായ്പ എടുക്കാൻ കഴിയും. ആ ഒരു 25% ബഫർ വായ്പ നൽകുന്നയാളെ സംരക്ഷിക്കുകയും ചെയ്യും. സ്വർണ്ണവില ഉയരുമ്പോൾ ആ ഒരു സുരക്ഷാ കവചം കൂടുതൽ വലുതാകുന്നു. രണ്ടാമത് ആ ഒരു പലിശ സ്പ്രെഡാണ്. സ്വർണ്ണ വായ്പാ കമ്പനികൾ വലിയ സ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങളിൽ നിന്ന് പണം കടം വാങ്ങുകയും ഉയർന്ന നിരക്കിൽ ഉപഭോക്താക്കൾക്ക് വായ്പ നൽകുകയും ചെയ്യുന്നു. ആ ഒരു വ്യത്യാസമാണ്. അതായത് അവരുടെ പ്രധാന ലാഭം വായ്പകൾ സുരക്ഷിതമായതിനാൽ ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളെക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് ലോണുകൾ വാഗ്ദാനം ചെയ്യാൻ കഴിയും. അത് വായ്പ എടുക്കുന്നവർക്ക് ആകർഷണീയമാകുമ്പോൾ തന്നെ നൽകുന്നവർക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ലാഭവിധം നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ കൂടിയായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടിയുണ്ട്. മുത്തൂറ്റ് പോലെയുള്ള ഒരു കമ്പനിക്ക് ശാഖകളുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. ഒരു സ്ഥിരം ചെലവുകൾ കഴിഞ്ഞാൽ അവർക്ക് പ്രോസസ് ചെയ്യുന്ന ഓരോ അധിക വായ്പയ്ക്കും നേരിട്ട് ലാഭത്തിലേക്ക് ചേർക്കാൻ കഴിയും. അതിനാൽ ആവശ്യം വർദ്ധിക്കുമ്പോൾ സമീപകാലത്ത് സംഭവിച്ച പോലെ പെട്ടെന്ന് ലോണിന് റിക്വയർമെന്റ് വരുമ്പോൾ അവരുടെ ലോൺ ബുക്ക് അതിവേഗം വളരുകയും ലാഭം അതിലും വേഗത്തിൽ വളരുകയും ചെയ്തു. മുത്തൂറ്റിന്റെ സമീപകാല ഫലങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവരുടെ വായ്പാ ആസ്തിയിലുണ്ടായ ഏകദേശം 49% വളർച്ച അവരുടെ ലാഭം ഒറ്റ വർഷം കൊണ്ട് 98% വർദ്ധിക്കാൻ സഹായിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രഹസ്യം എന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാമ്പത്തിക ഒരു പ്രോബ്ലം അല്ല. നിലവിലെ സാമ്പത്തിക കാലാവസ്ഥയ്ക്ക് തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലാസിക് ബിസിനസ് മോഡലാണ്. പണപ്പെരുപ്പം കൂടുമ്പോൾ ഇത് തീർച്ചയായിട്ടും വളരുന്നു. ഉയരുന്ന സ്വർണ്ണ വിലയിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യുന്നു. കൂടാതെ സുരക്ഷിതമായ വായ്പയുടെ ഉറച്ച അടിത്തറയിലാണ് തീർച്ചയായിട്ടും ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് നിക്ഷേപകർ എന്ന നിലയിൽ നമുക്ക് എന്ത് പാഠമാണ് ലഭിക്കുന്നത്? ഇതൊരു കമ്പനിയുടെ വിജയത്തിന്റെ കഥയല്ല, സാമ്പത്തിക ഞെരുക്കത്തിന്റെ സമയത്ത് പണം എങ്ങനെ നീങ്ങുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. പലരും നഷ്ടം സംഭവിക്കുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മിടുക്കന്മാരായിട്ടുള്ള നിക്ഷേപകർ റിലേറ്റീവ് വിന്നേഴ്സിനെ ആണ് തേടുക. അതിജീവിക്കുക മാത്രമല്ല, പണപ്പെരുപ്പം പോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ പ്രയോജനം നേടാൻ കഴിയുന്ന ബിസിനസ്സുകളെ കണ്ടെത്തുകയും അതിൽ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഡിഫൻസീവ് ഗ്രോത്ത് പ്ലേയേഴ്സ് ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളെ കാണാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ എല്ലാ പണവും ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കാനുള്ള നിങ്ങളുടെ പലപ്പോഴുമുള്ള ആ ഒരു ടെംപ്റ്റേഷൻ മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള ഡിഫൻസീവ് സ്റ്റോക്കുകളിൽ കൂടി നിങ്ങളുടെ നിക്ഷേപം നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലൊരു സാധ്യത തന്നെയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ നമുക്കതൊരു ബെനിഫിറ്റ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു മുത്തൂറ്റിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി തരികയാണ്. സ്വർണ്ണ വായ്പകളെ കുറിച്ച് ഇൻഡീപ്പായിട്ടുള്ള ഈ ഒരു അനാലിസിസ് ഒരു ശക്തമായിട്ടുള്ള ഒരു ട്രൂത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഏറ്റവും വലിയ സാമ്പത്തിക അവസരങ്ങളിൽ ചിലത് ഏറ്റവും വലിയ സാമ്പത്തിക വെല്ലുവിളികൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. വളരെ നെഗറ്റീവായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു ഡിഫൻസീവ് സെക്ടറിനെ കണ്ടെത്താം അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് സ്റ്റോക്കിനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഗോൾഡ് പോലെയുള്ള ഒരു ആസ്തിയിൽ നിന്ന് കാലാതീതമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്, അതായത് പണപ്പെരുപ്പം അല്ലെങ്കിൽ പണത്തിന്റെ ലഭ്യത കുറവ്, ഇവയൊക്കെ പരിഹാരം നൽകുന്നതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽ ഇവർ ഇവിടെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യയിലെ സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള യാഥാർത്ഥ്യം എത്രമാത്രം കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നതിൽ നിന്ന് ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവുകയും അതിൽ നിന്ന് വളരെ വലിയ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഡിഫൻസീവ് സെക്ടറാണ് അല്ലെങ്കിൽ നല്ലൊരു ഡിഫൻസീവ് സ്റ്റോക്ക് സെലക്ഷൻസ് ആണ് എന്ന് പറയേണ്ടി വരും. നിങ്ങളോടായിട്ടൊരു ചോദ്യം, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്വർണം പോലെയുള്ള ആസ്തികൾ എത്രത്തോളം ഉണ്ട്? അത് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വെറുതെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ മാത്രമല്ല, മറിച്ച് പുതിയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ വിപണി പ്രവണതകൾ മനസ്സിലാക്കാനുള്ള ഒരു താക്കോലായിട്ട് നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കും. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, ഉയർന്ന സ്വർണ്ണവില, സംഘടിത വായ്പയിലേക്കുള്ള മാറ്റം, ഒരു മിശ്രിത സംഗമം സ്വർണ്ണ വായ്പാ വിപണിയിൽ കുതിച്ചുചാട്ടത്തിന് ഇന്ധനം നൽകുന്നുണ്ട്. മുത്തൂറ്റ് ഫിനാൻസ് പോലെയുള്ള കമ്പനികൾക്ക് ഉയർന്ന ലാഭകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുകയുണ്ടായി. അവരുടെ സിമ്പിളും സുരക്ഷിതവുമായിട്ടുള്ള ലോൺ ഫെസിലിറ്റി പെട്ടെന്ന് വളരാനുള്ള ഏറ്റവും വലിയ കാരണം ഇത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വളരെ മിടുക്കരായിട്ടുള്ള നിക്ഷേപകർ എവിടെയാണ് അവർക്കൊരു സേഫ് സോൺ ലഭിക്കുക എന്നുള്ളത് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.